வாடா இங்க. உனக்கு அந்த கொலையாளி குரூப்போட சம்பந்தம் இருக்குல்ல? എനിക്കൊരു കൊലയാളി ഗ്രൂപ്പുമായിട്ട് സംബന്ധമില്ല. ഓഹോ, നീ മലയാളിയാണല്ലേ? അതെ, പക്ഷെ കൊലയാളിയല്ല സാർ. കണ്ടോ, ഒരു കാര്യം പറഞ്ഞാൽ അത് മുഴുവനാക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഉദാഹരണം ഇല്ല, ഉദാഹരണമില്ല. എന്താടാ ബാഗിൽ? നിന്നോടാ ചോദിച്ചത്? ബോംബ് എന്ന് ഞാൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയ്യോ എന്റെ അമ്മയോ, ബോംബ് നിർവീര്യമാക്കിയതായിരിക്കും അല്ലേ? അയ്യോ, എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. BA സർട്ടിഫിക്കറ്റാ. കാലം കുറെ ഇതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. പൊതുവെ ഇന്ത്യൻസിന്റെ ഒരു അവസ്ഥ ഇതാണല്ലോ. താൻ എന്തിനാണ് ഈ ആത്മഹത്യശ്രമം നടത്തിയത്? സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. വേണ്ട, ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചാടിയെന്ന് വിചാരിക്കുക. ഇടയ്ക്കൊന്ന് കയറി വന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും ചാടി, പിന്നെയും കയറി വന്ന് വിശ്രമിച്ചിട്ട്, അങ്ങനെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യൂ? പിന്നെ നീ എന്തിനാണ് ലേക്ക് ചാടിയത്? പറയാം. ലേക്കിന്റെ അവിടെ കൂടെ ഞാൻ വന്നപ്പം ഭയങ്കര ആൾക്കൂട്ടം. ഒരുത്തന്റെ വാച്ച് വെള്ളത്തിൽ പോയി എന്ന് കേട്ടു. ഒന്നിറങ്ങി തപ്പിക്കൂടെ എന്ന് എന്റെ ആത്മാർത്ഥം കൊണ്ട് ചോദിച്ചു. അപ്പോഴത്തെ ഇടപെട്ടു. എന്തിടപെട്ടു? അവൻ പറയാ വാച്ച് കിട്ടത്തില്ല, ഭയങ്കര തണുപ്പാണ്, ലോകത്ത് ആർക്കും ഇറങ്ങാനൊക്കൂല എന്നൊക്കെ. പൊതുവേ നമ്മൾ ഈ ഇന്ത്യൻസ് വാശിക്കാരാണല്ലോ. ബെറ്റുണ്ടോന്ന് ചോദിക്കുന്നു, അവൻ പറഞ്ഞ 500 രൂപ. ഡ്രസ് അയച്ചു വയ്ക്കുന്നു, ചാടുന്നു. കിട്ടിയ 500 രൂപയല്ലേ സാർ? പൊതുവേ നമ്മൾ ഇന്ത്യൻസ് കാശിന്റെ അത്യാവശ്യക്കാരാ. ഇറങ്ങി പോടാ. ഇൻസ്പെക്ടർ സാറേ, ഇത് കൈയുടെ കരുത്തല്ല, കാക്കി. എന്താണ് പറഞ്ഞത്? ഓടിച്ചു നിന്നെ പോടാ. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരും. പിന്നെ ഈ പോലീസ് സ്റ്റേഷനകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുമെന്ന് ചോദിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ. വായടക്കട, നിന്റെ നാവ് ഞാൻ പിടിച്ചോളാം. അടിച്ച ഷേപ്പ് മാറ്റും, മീശ പറിക്കും എന്നൊക്കെ പല സ്ഥലത്തും വെച്ച് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടാ ഈ നാക്ക്. ഈ ഊഷ്മളമായ സ്വീകരണത്തിന് സച്ചിദാനന്ദൻ നന്ദി പറയുന്നു. വീണ്ടും സന്ധിക്കും വരെ വിട പെറ്റിക്കൊള്ളുകേൻ. വണക്കം. എന്റെ ബാഗ് ചിന്നുമോളെ, 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 ആരെങ്കിലും ഇറങ്ങി നോക്കണ്ടേ? കുഞ്ഞിനെ കാണണം. ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവണ്ട, നത്തിങ് സീരിയസ്. അല്പം വെള്ളം കുടിച്ചു, തളർച്ച മാറിയാൽ വീട്ടിൽ പോകാം. പോണം, അവളുടെ പിറന്നാളായിരുന്നു. അവരൊറ്റ കാരണം കൊണ്ടാ അവർ നിർബന്ധിച്ചപ്പോ ഒന്ന് പുറത്തു വിട്ടത്. ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്റെ കുഞ്ഞിനുള്ളിൽ സംഭവിച്ചാലുണ്ടല്ലോ. ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. ഗസ്റ്റ് റൂമിലേക്ക് കൂട്ടി കൊണ്ടുപോയിക്കോളൂ, അല്പം വിശ്രമിക്കട്ടെ.
കുഞ്ഞിനെങ്ങനെയുണ്ട്? താനാരാ? കുഞ്ഞിനെ വെള്ളത്തീർത്ത് ഇയാളാ. വല്ലതും കിട്ടാൻ നിൽക്കാവും. എന്തെങ്കിലും കൊടുത്ത് വിടണോ നേരെ? എന്താ കൊടുക്കേണ്ടത്? 50 കഷായത്തോട് എക്സ്ക്യൂസ് മീ ബ്രദർ, യുവർ ഗുഡ് നെയിം പ്ലീസ്. സോറി, പേര് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ക്യാഷ് ഡീലിംഗ്സിൽ ഞങ്ങൾ വൗച്ചർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മുങ്ങൽ വിദഗ്ധനാണല്ലേ? അതെ, ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ പോലുള്ളവരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ പലപ്പോഴും അതിവിദഗ്ധമായി മുങ്ങിയിട്ടുണ്ട്. മുങ്ങി നാരായണ, അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. താൻ 100 രൂപ കൊടുത്തിട്ട് ഈ വൗച്ചർ ഒപ്പിട്ട് മേടിക്കും. സൈക്കിൾ എടുത്തിട്ട് പോടോ. ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്ക് ക്യാറ് ഈ ഇടയും കൂടി 1.67. ഹലോ, പരസഹായം പാട്ട് പാർട്ടി മുന്നിന് മാഷേ, അവിടെ നിന്ന് 100 രൂപ എന്നിട്ട് വാങ്ങാണ്ട് പോവാ. ഇയാൾക്കിപ്പോ എന്താ വേണ്ടത്? ഇതൊന്ന് വാങ്ങി ഈ വാച്ചറൊന്ന് ഒപ്പിട്ടെന്നാ മതി. ഇതേ ആ കിളവന് തന്നെ കൊണ്ടുപോയി കൂടെ, എന്റെ വകയായിട്ട് വെച്ചോളാൻ പറ, നന്നാവട്ടെ. മേലൂർ പ്രഭാകരൻ മുതലാളി നല്ല സ്ഥിതിയില്ല. നിങ്ങളുടെ 100 ഉലുവ കിട്ടിയിട്ട് വേണ്ട അങ്ങേർക്ക്. എന്നാ അയാളുടെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട സച്ചിദാനന്ദനും. അപ്പൊ മാഷേ അവിടെ നിന്നേ. എന്തുവാടോ? എങ്കിൽ പിന്നെ മാഷൊരു കാര്യം ചെയ്യും, ഈ വൗച്ചറൊന്ന് ഒപ്പിട്ട് തന്നാ മതി. കാശ് ഞാൻ എടുത്തോളാം. ഒപ്പിട്ടേരാ. എന്നോ വൗച്ചർ ഒപ്പിടണ്ട. എന്തിനിപ്പോ 2ാമത്തെ അലക്ക്? ഇത് നിന്നെ പോലുള്ളവന് ചോറ് തരുന്ന നിന്റെ മുതലാളിക്ക്. നിർത്തി, ഞാൻ നിർത്തി. രാവിലെ പേപ്പറിലുണ്ടായിരുന്നു, വായിച്ചില്ലേ? ഇല്ല. ഇക്കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് ഉപദ്രവമായിട്ട് സ്വന്തം തലയെ തന്നെ വന്ന് വീഴും. ഉദാഹരണത്തിന് അണ്ണൻ ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. വെരി ഗുഡ്. ആഹാരം തേടി അലയാനല്ലാതെ അറിവ് സമ്പാദിക്കാനുള്ള ഭാഗ്യം നമ്മൾ ഇന്ത്യൻസിനില്ലല്ലോ, അല്ലേ? ഇല്ല. എന്നാ ദൂരെ ദൂരെ ആസ്ട്രേലിയ എന്നൊരു രാജ്യത്ത് ബൂമറാങ് എന്നൊരു ക്രാപ്പുണ്ട്. അത് അങ്ങോട്ട് എറിഞ്ഞാൽ എറിയുന്നതിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. നിർത്തി, പരസഹായം നിർത്തി. നാറികളുടെ നാട്ടിൽ പരനാറിയായി തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്ത് പറ്റി നാട്ടുകാരാ? എന്റെ ചേട്ടാ, വെള്ളത്തിൽ വീണ് ചാവാൻ പോയ കൊച്ചിനെ രക്ഷിച്ച് ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു. ആ കൊച്ചിനൊന്നും വരുത്തരുതെന്ന് ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടെ കയറി വന്നൊരു കിളവൻ കഴിവേറി എനിക്ക് കൂലി നിശ്ചയിച്ചു. 50 ഏക്കർ അവന്റെ ചായത്തോട്ടം. ഓ, മേലൂരെ പ്രഭാകര മേനോനായിരിക്കും. അങ്ങേരുടെ മോടെ കുട്ടി വെള്ളത്തിൽ വീണെന്ന് കേട്ടു. ഏത് മോനല്ലേ എനിക്കെന്താ? റിസർവ് ബാങ്കിൽ നിന്ന് അടിച്ചിറക്കുന്ന കുറെ മുദ്ര കള്ളാസല്ലേ ഉള്ളൂ, ദൈവമൊന്നും അല്ലല്ലോ. അപ്പൊ തന്നെ 2 വാക്ക് പറഞ്ഞിട്ട് പോരണ്ടേ? പറയും, ഫേസ് നോക്കി തന്നെ പറയും. ഏത് തമ്പുരാന്റെ അടുത്ത് ഞാൻ പറയും. ചില്ല് വേണനിരിക്കുന്ന പുല്ലേ, നന്ദിയില്ലാത്ത മേനനെ ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. സച്ചിദാനന്ദം പഠിപ്പിക്കാം പൗരധർമ്മം. എനിക്ക് 50 ഏക്കർ ചായത്തോട്ടല്ലേ, പിന്നെ ഞാനിവിടെ ചായക്കട തുടങ്ങാൻ വന്നതല്ലേ. കമോൺ ഓൾഡ് മാൻ, എങ്ങനെയും കാശുണ്ടാക്കാവുന്ന ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ രാജ്യത്ത്. പറ്റിച്ചിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഇന്ത്യൻസിനെ പറ്റിച്ചിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ ഇത്ര സമ്പാദിക്കാനാ? രാവിലെ ചിന്നുമോളെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചവനാ, ഇപ്പൊ അവൻ മൂക്കറ്റം വെള്ളത്തിലാ. ഞാൻ പോയി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഞാൻ എന്റെ രാജ്യത്തെ കണ്ണിൽ കണ്ടവരെയൊക്കെ സ്നേഹിക്കും. സ്നേഹത്തിന്റെ വില മനസാക്ഷി ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല.
മനുഷ്യനെ സ്നേഹിച്ച കുറ്റത്തിന് ഈ സച്ചിദാനന്ദന്റെ മൂക്ക് എത്തുമെങ്കിൽ വന്ന് ചെത്താൻ പറഞ്ഞ തമ്പുരാനോട്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഇന്ത്യയെ സ്നേഹിക്കാൻ ഇറങ്ങിയിരിക്കാൻ നട്ടപ്പാതിരാക്കി കള്ളും കുടിച്ച് 4 കാലം മേലെ. വൗച്ചറെ മണിയടി ചെന്ന് വിളിച്ചോണ്ട് വാടാ തന്തക്കിളവനെ. ഇതേതാണ് കത്തി എന്നറിയാൻ എനിക്ക് അസല് മലപ്പുറമാണ്. അവളാണ് തടി കേടാക്കണ്ടെങ്കിൽ ഞാൻ സ്ഥലം വിട്ടോ ഓടാ ഓടാ. ഇനി മകൾ എന്നെ കണ്ടുപോയാൽ 5 കിട്ടാമ് കിട്ടി നമ്മൾ കൈ തരും. എടാ എന്താ പറഞ്ഞേ? നാരായണോടാണല്ലേ? അതെങ്ങനെ നമ്മൾ നേരത്തെ പരിചയമുണ്ടോ? നിന്നോട് തന്നെ കിളവേ മേനോൻ തെറ്റില് തന്നെ പട്ടി കഴുത. അങ്ങനെ മര്യാദ സംസാരിച്ചു. അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. എന്താ തോന്നില്ലേ പോകുന്ന മട്ട് കാണുന്നില്ല.